നമസ്കാരം. അപ്പോൾ നമ്മളൊരു പുതിയ ലൊക്കേഷനിലാണ്. അത് നമ്മുടെ കോതമംഗലത്ത് തന്നെ. നമുക്കിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇത്രയും മഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥലം, ഒരു സ്റ്റേ എന്നുള്ളത് കോതമംഗലത്ത് വളരെ വിരളമാണ്. കാരണം കോതമംഗലം ടൗണിൽ അങ്ങനെ നല്ലൊരു മഞ്ഞൊക്കെ കിട്ടി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നും നമുക്ക് കാണാറില്ല, അല്ലെങ്കിൽ കിട്ടാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോതമംഗലത്തിനടുത്ത് ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്നത് നമ്മുടെ വലിയ തൂക്കുപാലത്തിനടുത്തുള്ള സ്ഥലത്താണ്. അവിടുത്തെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ, ചെറിയൊന്നുമില്ല പക്ഷേ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന, നല്ല രീതിയിൽ മഞ്ഞാസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്കിലായിട്ട് നിറയെ മഞ്ഞ് കാണാൻ പറ്റും. രാവിലെ സമയം 7:30 ഇവിടെ മഞ്ഞ് മാറിയിട്ടില്ല. നമ്മൾ വരുന്നത് കുറച്ച് ചെറിയൊരു ഓഫ് റോഡൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ അതിരാവിലെ നല്ല മഞ്ഞ്, വൈകുന്നേരങ്ങളിൽ നല്ല അടിപൊളി അസ്തമയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരുന്ന് നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്റ്റേയുടെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ആ വഴി പോവാം. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ കയറി നമ്മൾ സ്റ്റേയിലെത്തി. ഇതാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ഏകദേശം ഒരു മൂടൽ മഞ്ഞൊക്കെ കാണാൻ പറ്റും. മൂടൽ മഞ്ഞെന്നല്ല, മഞ്ഞാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ അതേ ഡയലോഗിനെ എടുക്കുന്നത് കടമെടുക്കുകയാണ്. നല്ല മഞ്ഞൊന്നും ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് തൽക്കാലം സ്റ്റേയിലേക്ക് പോയി നോക്കാം. സ്റ്റേയുടെ അടിഭാഗം നമുക്ക് ഡൈനിങ് ഏരിയ ആണ്. ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുന്നത് ഈ ഏരിയ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഫ്രിഡ്ജ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വാ കയറി വരൂ. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു മലയാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിരാവിലെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇതുപോലെ അടിപൊളി മഞ്ഞ് കാണാൻ പറ്റും. മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ മഞ്ഞ്. ദൈവമേ, ആരെങ്കിലുമൊക്കെ നമുക്ക് തപ്പി നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച്, കട്ടൻ ചായ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിതാ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ, സമയം ഇന്നത്തെ ലേറ്റ് ആകുന്നു. എന്തായാലും അടിപൊളിയായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഈ സൈഡ് ഇവിടെയായിട്ടാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം തന്നെ വരുന്നത്. ആ തൂക്കുപാലം രാവിലെ പോയി കാണണമെങ്കിൽ ഈ മഞ്ഞത്ത് പോയി കാണണം, അടിപൊളിയായിരിക്കും. മറ്റേ ന്യൂയോർക്കിലെ പാലം പോലെയൊക്കെ അടിപൊളി കിടിലൻ സാധനമായിരിക്കും. തൊട്ടപ്പുറത്ത് തട്ടേക്കാട്, അങ്ങനെ നമുക്ക് കാഴ്ചകളൊക്കെ തൊട്ടടുത്ത് ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എന്തായാലും നല്ല മഞ്ഞ്, അന്തസ്. അപ്പോൾ തെങ്ങിലുണ്ട്, കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ വൈകിട്ട് നമുക്കറിയാം, രാവിലെ എങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും വൈകിട്ട് ഇതിലും നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. അതൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് ആസ്വദിച്ച് കാണുക. കാരണം ഇതൊരു മലയുടെ ചെരുവിലാണ് നിൽക്കുന്നത്. ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് തന്നെ മലയുടെ ചെരുവിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മോർണിംഗ് ടൈമിൽ നല്ല മഞ്ഞ് കിട്ടും. ഈവനിങ് ടൈമിൽ നല്ല അടിപൊളി സൺസെറ്റും കിട്ടും. ഈ സൈഡൊക്കെ ആക്ച്വലി നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇപ്പം മഞ്ഞ് കൊണ്ട് മൂടിയതുകൊണ്ട് നമുക്കൊന്ന് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ഷോർട്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകത്തേക്ക് കയറി വരണം. 1/2 കിലോമീറ്റർ അകത്തേക്ക് പറഞ്ഞാൽ അത്യാവശ്യം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല രസമുള്ള വഴിയാണ്. പഴയ ഒരു വഴികളുടെയൊക്കെ കയറി വന്ന് ചെറിയൊരു ഓഫ് റോഡും കയറി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമുക്കിതിനെ കാണാം. ഇനി നമുക്ക് പതിവ് പോലെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. റൂമിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിതിൻ്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ടോപ്പിലെ ഫ്ലോറാണ്. 2 റൂമാണ് ഉള്ളത്, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും. അപ്പോൾ നമുക്ക് ഈ റൂമിലേക്ക് പോകാം. ഈ റൂമിൽ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഡബിൾ കോട്ടായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഒരു AC ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ചൂടിലാണ് വരുന്നതെങ്കിൽ നമുക്കൊരു AC ഒക്കെ ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നിലവിൽ ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. ഇവിടെ നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. ലൈറ്റൊക്കെ ഇടുന്നുണ്ട്, ലൈറ്റ് ഇടണം. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലിയർ സാധനമാണ്. ബാത്റൂമും കൊള്ളാം. അപ്പോൾ ഇതാണ് ഒരു റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇനി സെക്കൻഡ് റൂം തൊട്ടടുത്ത് ചേർന്നിട്ട് സെക്കൻഡ് റൂം തന്നെയാണ്. അവിടെയും ഇതുപോലെ തന്നെ സെയിം കമ്പോണൻറ്റ് തന്നെയാണ് നമുക്കവിടെ അവിടെയുള്ളത്. ഈ പറഞ്ഞ അറ്റാച്ച്ഡ് ബാത്റൂമും സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇനി ഈ വാതിൽ തുറന്നാൽ ഒന്നും നോക്കാനില്ല, നിങ്ങൾ താഴേക്ക് പോകും. വേറൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത എഡ്ജാണ്, അതുകൊണ്ട് തന്നെ താഴേക്ക് പോകും.
പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു ബെഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാഷ് ഏരിയ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡുകൾ ഇടുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ചധികം ആളുകളാണെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങ് കൂടാം. ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ടോപ്പ് ഫ്ലോറിലുള്ള കാഴ്ചകൾ. അയ്യോ, ഇവിടെ മൊത്തം മഞ്ഞായി. വീണ്ടും കാണിച്ചു തരാം മഞ്ഞ്. വീണ്ടും നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം മുകളിൽ നിന്ന് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞ മലയുണ്ട്. ആ മലയുടെ ചെരിവാണ് ഈ കാണുന്നത്. കാണാൻ മല കാണാൻ നോക്കി. ഈ പറയുന്ന മലയാണിത്. ശരിക്കും പറഞ്ഞാൽ നാടുകാണി മലയുടെയൊക്കെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അപ്പുറത്ത് നാടുകാണി എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ഞാൻ ഒരിക്കൽ ഓൾറെഡി അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തൊരു ബാത്റൂം കൂടി ഉണ്ട്. താഴെ കാണാൻ പറ്റും. ഈ സൈഡൊക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ മലയുടെ മണ്ടയിലേക്ക് കയറാൻ പറ്റും. പക്ഷേ റിസ്ക്കിയാണ്. നല്ല പാറയുള്ള സ്ഥലമാണ്. താഴെ ചേട്ടന്മാരെ മരം മുറിക്കണമെന്ന് തോന്നുന്നു. നല്ല മരം സൗണ്ട്. നിലവിൽ ഞങ്ങൾ വന്ന വഴി അതാണ്. അതിൽക്കൂടെ കടന്നു വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ വഴിയൊന്നും ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടിയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നമുക്ക് സൂര്യൻ വന്ന് കിട്ടി, സൂര്യോദയം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ സമയം 8 മണിയോടെ അടുക്കുന്നു. അപ്പോൾ ഏതായാലും സൂര്യൻ ഉച്ചത്തായി. പക്ഷേ മഞ്ഞ് മാറി തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. നിങ്ങൾക്ക് എൻ്റെ ചുറ്റും കാണാൻ പറ്റും. അങ്ങേ സൈഡിലൊക്കെ ഒരു മൂടൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൺറൈസ് ട്രക്കും അല്ലെങ്കിൽ ഈവനിങ്ങിൽ വേണമെങ്കിൽ ട്രക്ക് ചെയ്യണമെങ്കിൽ ട്രക്ക് ചെയ്യാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ പറ്റുന്നവരുണ്ടെങ്കിൽ ഈവനിങ്ങിലും ട്രക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ജീപ്പ് സഫാരി, മാമലക്കണ്ടം റൂട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് സഫാരി നടത്താൻ പറ്റും. അല്ലെങ്കിൽ നൈറ്റോ അല്ലെങ്കിൽ ഡേയിലോ. അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ എഞ്ചിത്തൊട്ടി തൂക്കുപാലം കാണുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് കയാക്കിംഗ് നടത്തുകയും ചെയ്യാം. ഇങ്ങനെയുള്ള കോംപ്ലിമെൻ്ററി ഓഫേഴ്സാണ് ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ എല്ലാം തന്നെ ഞാൻ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഡെയിലി മഴയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ രാവിലെ ഒന്നും ഫുൾ മഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുക. കാരണം പറയുന്ന പ്രോപ്പർട്ടി നിൽക്കുന്നത് ഏകദേശം തട്ടേക്കാടിനോട് ചേർന്നിട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ മിഡിൽ പോർഷനിലാണ് വരുന്നത്. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മൂന്നാറിലേക്ക് പോകുന്നതിന് ഇടയിലുള്ളൊരു ഹോൾട്ടായിട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സൗകര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം തിരക്കുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.